ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ലാറ്ററൽ എൻട്രി ടെസ്റ്റ് സിവിൽ എഞ്ചിനീയറിംഗിനുള്ള കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ലേണിനോട് ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, നോക്കി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ബൾക്കിംഗ് ഓഫ് സാൻഡ് ഈസ് ദ ബൾക്കിംഗ് എന്നുള്ള പ്രോസസ് കേട്ടില്ലേ, അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബൾക്കിംഗ് ഓഫ് സാൻഡ് ഈസ് ദ ഫസ്റ്റ് ഓപ്ഷൻ നോക്കിയേ, ഇൻക്രീസ് ഇൻ വോളിയം ഓഫ് സാൻഡ് ഡ്യൂ ടു മോയ്സ്ചർ. Next, decrease in volume of sand. Third one, segregation of water from wet sand. അടുത്തത്, settling of heavy sand at bottom. Okay, അപ്പോൾ bulking of sand എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, അഗ്രിഗേറ്റ്സിലൊക്കെ ബൾക്കിംഗ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ബൾക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻക്രീസ് ചെയ്യുക, വോളിയം ഇൻക്രീസ് ചെയ്യുക. അപ്പം ബൾക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻക്രീസ് ഇൻ വോളിയം ഓഫ് സാൻഡ് ഡ്യൂ ടു മോയ്സ്ചർ. നമ്മളിപ്പോൾ കുറച്ച് സാൻഡ് പാർട്ടിക്കിൾസ് എടുക്കുകയാണ്, അതിനകത്ത് നമ്മൾ ഇത്ര പെർസെന്റേജ് വാട്ടർ ആഡ് ചെയ്യുകയാണെങ്കിൽ ഈ വാട്ടർ എന്ത് ചെയ്യും? ഈ സാൻഡ് പാർട്ടിക്കിളിന് ചുറ്റും ഒരു ഫിലിം ഉണ്ടാക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഫിലിം ഉണ്ടാക്കുമ്പം ഈ സാൻഡ് പാർട്ടിക്കിൾസിന് ഇടയിലുള്ള ഡിസ്റ്റൻസ് വർദ്ധിക്കുകയും അവന്റെ വോളിയം കൂടുകയും ചെയ്യുന്ന പ്രോസസ്സിനാണ് എന്ത് നമ്മൾ പറയുന്നത്? ബൾക്കിംഗ് ഓഫ് സാൻഡ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. വാട്ട് ഈസ് ദ ഫസ്റ്റ് സൈറ്റ് ടേക്കൺ ഓൺ എ ലെവലിംഗ് സ്റ്റാഫ് held at a point of non elevation? അപ്പൊ ഞാൻ ഒരു ലെവലിംഗ് സ്റ്റാഫ് സെറ്റ് ചെയ്തിട്ട് എന്റെ ഫസ്റ്റ് സ്റ്റേഷനിലേക്ക് ഞാൻ എടുക്കുന്ന ലെവലിംഗ് സ്റ്റാഫ് അവിടെ കൊണ്ട് സെറ്റ് ചെയ്തിട്ട് ഞാൻ എടുക്കുന്ന ആ റീഡിങ്ങിന് എന്ത് പേരാണ് പറയുന്നത്? ആ പോയിന്റ് നോൺ എലവേഷൻ ആയിരിക്കും അല്ലെ, നോൺ എലവേഷൻ. ഓക്കെ, നമ്മൾ ലെവലിംഗ് സ്റ്റാഫ് കൊണ്ടുവച്ച് ഫസ്റ്റ് ബെഞ്ച് മാർക്ക് വെക്കത്തില്ലേ, ബെഞ്ച് മാർക്കിൽ എടുക്കുന്ന റീഡിങ് എന്താ നമ്മൾ പറയുന്നത്? ബാക്ക് സൈറ്റ്. ഓക്കെ, നെക്സ്റ്റ് എടുക്കുന്ന റീഡിങ് എന്തായിരിക്കും? ഇന്റർമീഡിയറ്റ് സൈറ്റുകളായിരിക്കും അല്ലെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ലാസ്റ്റ് എടുക്കുന്നതാണ് ഫോർ സൈറ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഇൻസ്ട്രുമെന്റ് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, ഫോർ സൈറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻസ്ട്രുമെന്റ് ഷിഫ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഈ ബാക്ക് സൈറ്റ് വരുന്ന അതേ പോയിന്റിലോട്ടായിരിക്കും, ഫോർ സൈറ്റ് വരുന്ന അതേ പോയിന്റിലോട്ടായിരിക്കും നമ്മുടെ നെക്സ്റ്റ് ഇൻസ്ട്രുമെന്റ് സെറ്റപ്പിൽ നമ്മൾ ബാക്ക് സൈറ്റ് എടുക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ലെവൽ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് നോൺ ആയിട്ടുള്ള എലിവേഷൻ നോൺ ആയിട്ടുള്ള ഒരു പോയിന്റിൽ എടുക്കുന്ന റീഡിങ്ങിന് പറയുന്ന പേരെന്താണ്? ബാക്ക് സൈറ്റ്. ഓക്കെ, ഇനി അടുത്ത നോക്കി. ഇഫ് എ ബ്രിക്ക് ഈസ് കട്ട് ഇൻ സച്ച് എ വേ ദാറ്റ്, ഞാൻ ഒരു ബ്രിക്കിനെ കട്ട് ചെയ്യാണ്, ഇതാ എന്റെ ബ്രിക്ക്. ഈ ബ്രിക്ക് ഈസ് കട്ട് ഇൻ സച്ച് എ വേ ദാറ്റ് width of one end becomes half that of full brick. ഓക്കെ, ഇതാണ് എന്റെ ഫുൾ ബ്രിക്ക്. ആ ഒരു ഫുൾ ബ്രിക്കിന്റെ എന്താണ്? ഒരു എൻഡിലുള്ള വിഡ്ത്ത്. ഓക്കെ, അപ്പൊ ഈ എൻഡിലുള്ള വിഡ്ത്ത് എന്താകുന്നു? ഹാഫ് ആകുന്നു. ഓക്കെ, while the width at other end is equal to full width. അപ്പൊ ഈ എൻഡിലെ വിഡ്ത്ത് എന്താണ്? ഫുൾ ഈക്വൽ ആണ്, ഫുൾ വിഡ്ത്ത് ആണ്. ഓക്കെ, then it is called. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ബ്രിക്കിന് എന്ത് പേരാണ് പറയുന്നതെന്നാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. പക്ഷെ നമ്മുടെ ഓപ്ഷൻസ് നോക്കിയേ. ഒന്നാമത്തേത് കിങ് ക്ലോസർ. കിങ് ക്ലോസർ എന്ന് പറഞ്ഞാൽ എന്താ? കിങ് ക്ലോസർ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. ഒരു സൈഡിൽ ഫുൾ വിഡ്ത്ത് തന്നെ ആയിരിക്കും, ഒരു സൈഡിൽ ഫുൾ വിഡ്ത്ത് തന്നെ ആയിരിക്കും, മറ്റേ സൈഡിൽ ഹാഫ് വിഡ്ത്ത് ആയിരിക്കും. അതിനെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതിനാണ് കിങ് ക്ലോസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു ടൈപ്പ് ഓഫ് എന്താണ്? ബ്രിക്ക് ആണ്. അതിൽ കിങ് ക്ലോസർ ആണ് നമ്മുടെ ആൻസർ. ഇപ്പൊ എന്താ? ഒരു സൈഡിൽ ഫുൾ വിഡ്ത്ത് വരുന്നുണ്ട്, മറ്റേടത്ത് ഒരു സൈഡിൽ ഫുൾ വിഡ്ത്ത് വരുന്നുണ്ട്, മറ്റേടത്ത് ഹാഫ് വിഡ്ത്ത് വരുന്നുണ്ട്. ഇനി ക്വീൻ ക്ലോസർ എന്ന് പറഞ്ഞാൽ എന്താ? ക്വീൻ ക്ലോസർ നോക്കിയേ, ഇതുപോലെ ഒരു ഒരു ബ്രിക്ക് എടുത്തിട്ട് അതിനെ ഹാഫ് ആയിട്ട് നടുവേ കട്ട് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? ക്വീൻ ക്ലോസർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബാറ്റുകളുണ്ട്. ബാറ്റ് എന്ന് പറയുമ്പോൾ എന്താ? ഹാഫ് ബാറ്റ് ഉണ്ട്, 3/4 ബാറ്റ് ഉണ്ട്, ബിവൽഡ് ബാറ്റ് ഉണ്ട്. ഇങ്ങനെയുള്ള ബാറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇനി വേറൊരു ടൈപ്പ് ഉണ്ട്, എന്ത്? മിറ്റഡ് ക്ലോസർ. മിറ്റഡ് ക്ലോസർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു ഈ ഒരു ആംഗിൾ 45 to 60 ഡിഗ്രി വരത്തക്ക വിധത്തിൽ നമ്മൾ ആ ബ്രിക്കിനെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിന് എന്താണ്? മിറ്റഡ് ക്ലോസർ എന്നാണ് നമ്മൾ പറയുന്നത്. വേറൊരു ടൈപ്പ് ഓഫ് ഞാനിപ്പം വരച്ച് കാണിച്ചത് എന്തായിരുന്നു? ബിവൽഡ് ക്ലോസർ ആയിരുന്നു. അതിനെയും ഈ ഒരു വേരിയേഷൻ, അതായത് ഈ എൻഡിൽ നിന്ന് ഇങ്ങോട്ടുള്ള വേരിയേഷൻ ഇതുപോലെ ഗ്രാജുവലൂടെ ആണെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം? ബിവൽഡ് ക്ലോസർ എന്ന് പറയാം. ഓക്കെ, അതായത് ഇവിടെ ഫുൾ വിഡ്ത്തും ഇവിടെ ഹാഫ് വിഡ്ത്തും വരത്തക്ക വിധത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തിരിക്കുന്ന ബിവൽഡ് ക്ലോസർ എന്ന് നമുക്ക് പറയാം. അപ്പം ഓപ്ഷനിൽ ഏതാണ് ആൻസർ ഉള്ളതെന്ന് നോക്കുക. കിങ് ക്ലോസർ ആണോ ബിവൽഡ് ക്ലോസർ ആണോ ഉള്ളതെന്ന് നോക്കുക, എന്നിട്ട് നമ്മൾ ആൻസർ ചൂസ് ചെയ്യുക. ഇപ്പൊ ഇതിന്റെ ഓപ്ഷനിൽ കിങ് ക്ലോസർ ഉള്ളതാണ്. നമ്മുടെ ആൻസർ എന്താണ്? കിങ് ക്ലോസർ ആണ് നമ്മുടെ ആൻസർ. അടുത്ത നോക്കി. The total area covered by the building at all floor levels excluding walls. അപ്പൊ നമ്മൾ ഒരു ബിൽഡിങ്ങിന്റെ ടോട്ടൽ ഫ്ലോർ ഏരിയ എക്സ്ക്ലൂഡിങ് വോൾസ്. ഇപ്പൊ അതിനകത്ത് നമ്മൾ വോൾ കൊടുക്കുന്നുണ്ട് അല്ലെ, അപ്പൊ ആ വോളിന്റെ ഏരിയ ഇല്ലാതെ വരുന്ന ആ ടോട്ടൽ ഫ്ലോർ ഏരിയക്ക് നമ്മൾ എന്ത് പേരാണ് പറയുന്നത്? എന്താണ് നമ്മുടെ ആൻസർ? കാർപ്പറ്റ് ഏരിയ എന്നാണ്. ഓക്കെ, എന്താണ് പറയുന്നത്?
കാർപ്പറ്റ് ഏരിയ എന്നാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പൊ നമുക്ക് 2-3 ടൈപ്പ് ഏരിയാസ് നോക്കാം. ഒന്നാമത്തെ എന്താ? കാർപ്പറ്റ് ഏരിയ. കാർപ്പറ്റ് ഏരിയ എന്ന് പറഞ്ഞ എന്താ? നെറ്റ് യൂസബിൾ ഏരിയ വിത്തിൻ റൂംസ്. റൂംസിന് അടുക്കുള്ള നമുക്ക് യൂസബിൾ ആയിട്ടുള്ള ഏരിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാർപ്പറ്റ് ഏരിയ എന്ന് പറയുന്നത്. കാർപ്പറ്റ് ഏരിയയിൽ നിന്ന് കുറച്ച് കാര്യം എക്സ്ക്ലൂഡ് ചെയ്യും. എന്താണ്? ഒന്നാമത് എക്സ്ക്ലൂഡ് ചെയ്യുന്നത് എന്താ? ഏരിയ ഓക്യുപ്പൈഡ് ബൈ ദ വോൾസ് എക്സ്ക്ലൂഡ് ചെയ്യും. അതുപോലെ തന്നെ കാർപ്പറ്റ് ഏരിയ നമുക്ക് പറയാൻ പറ്റും എന്താണ്? It is the area that can be covered by a carpet. അതായത് നമുക്കൊരു കാർപ്പറ്റ് ഇടാൻ പറ്റുന്ന ഏരിയക്കാണ് കാർപ്പറ്റ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിനകത്തുനിന്ന് കുറച്ച് എക്സ്ക്ലൂഡ് ചെയ്യുന്ന ഈ കാർപ്പറ്റ് ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത കാര്യങ്ങൾ എന്തൊക്കെയാ? ചില കോമൺ ഏരിയ, അതായത് എന്തൊക്കെയാ? ലിഫ്റ്റ്, ലോബി, അതുപോലുള്ള കോമൺ ഏരിയാസ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല. ഓക്കെ, അടുത്ത എന്താണ്? പ്ലിന്ത് ഏരിയ. പ്ലിന്ത് ഏരിയ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം അല്ലേ? പ്ലിന്ത് ഏരിയ എന്ന് പറയുന്നത് ബിൽറ്റ് ഏരിയ അല്ലെങ്കിൽ കവേർഡ് ഏരിയ മെഷർ അറ്റ് ദ ഫ്ലോർ ലെവൽ ഓഫ് ദ ബേസ്മെന്റ് ഓർ ഓഫ് എനി സ്റ്റോറി. നമ്മുടെ ഒരു സ്റ്റോറിയുടെ ബേസ്മെന്റ് നമ്മൾ കട്ട് ചെയ്തിട്ട് നോക്കുവാണെങ്കിൽ അവിടെ കാണുന്ന ഏരിയ ആയിരിക്കും എന്ത്? പ്ലിന്ത് ഏരിയ. ഇനി അടുത്തത് ബിൽറ്റപ്പ് ഏരിയ. ബിൽറ്റപ്പ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ടോട്ടൽ ഏരിയ കവേർഡ് ബൈ ദ അപ്പാർട്ട്മെന്റ് ഓർ പ്രോപ്പർട്ടി യൂണിറ്റ്. അപ്പൊ നമ്മൾ എന്തെടുക്കുക? നമ്മൾ ടോട്ടൽ ഒരു പ്ലോട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എത്ര ഏരിയ ബിൽഡ് ചെയ്ത്, എത്ര ഏരിയയിൽ നമ്മൾ ബിൽഡിംഗ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ അപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി യൂണിറ്റ് എത്ര ഏരിയയിലാണ് എടുക്കുന്നത്, അതിനാണ് എന്ത് പറയുന്നത്? ബിൽറ്റപ്പ് ഏരിയ എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ്, അതിനകത്ത് എന്തൊക്കെ വരും? കാർപ്പറ്റ് ഏരിയ വരും, വിച്ച് ഈസ് യൂസബിൾ ഏരിയ ഓഫ് ദ ഹൗസ്. കാർപ്പറ്റ് ഏരിയ നമ്മുടെ യൂസബിൾ ഏരിയ വരും. അതുപോലെ തന്നെ ഏരിയ ഓഫ് വോൾ വരും, ബാൽക്കണിയുടെ ഏരിയ വരും, ടെറസിന്റെ ഏരിയ വരും, നമ്മൾ എന്തെങ്കിലും ടക്കുകൾ കൊടുക്കുകയാണെങ്കിൽ ആ ഏരിയ വരും, ആൻഡ് അതർ അൺയൂസബിൾ എലിമെന്റ്സ്, ഇതെല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആകും. ഓക്കെ, യൂഷ്വലി 10 to 30% മോർ ദാൻ കാർപ്പറ്റ് ഏരിയ ആയിരിക്കും എന്ത്? നമ്മുടെ ബിൽറ്റപ്പ് ഏരിയ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൽ വരുന്ന ഒരു റേഷ്യോ ആണ് എന്ത്? ഫ്ലോർ ഏരിയ റേഷ്യോ. ഫ്ലോർ ഏരിയ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രോസ് ബിൽഡിംഗ് ഫ്ലോർ ഏരിയ ഡിവൈഡഡ് ബൈ ടോട്ടൽ പ്രോപ്പർട്ടി ഏരിയ. അതായത് എന്റെ ടോട്ടൽ പ്രോപ്പർട്ടി ഏരിയ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഗ്രോസ് ബിൽഡിംഗ് ഏരിയ, അതായത് ഗ്രോസ് ഫ്ലോർ ഏരിയ ഡിവൈഡഡ് ബൈ ടോട്ടൽ പ്രോപ്പർട്ടി ഏരിയ. അതിനാണ് എന്ത് പറയുന്നത്? നമ്മൾ ഫ്ലോർ ഏരിയ റേഷ്യോ എന്ന് പറയുന്നത്. ബിൽറ്റപ്പ് ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ടോട്ടൽ നമ്മൾ എത്ര ഏരിയ കവർ ചെയ്തിട്ടുണ്ട്. പ്ലിന്ത് ഏരിയ എന്ന് പറഞ്ഞാൽ പ്ലിന്ത് ലെവലിൽ വരുന്ന ഏരിയ. ഓക്കെ, ഇൻക്ലൂഡിംഗ് വോൾസ് ആയിരിക്കും. കാർപ്പറ്റ് ഏരിയ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എക്സ്ക്ലൂഡിംഗ് വോൾസ്, പിന്നെ കോമൺ ഏരിയ പോലുള്ള ലിഫ്റ്റ്, ലോബി ഇതൊക്കെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ളതായിരിക്കും കാർപ്പറ്റ് ഏരിയ. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ. Which one of these is not a workability test for concrete? നമ്മൾ കോൺക്രീറ്റിന്റെ വർക്കബിലിറ്റി ടെസ്റ്റ് ചെയ്യത്തില്ലേ? എന്തിനു വേണ്ടി വർക്കബിലിറ്റി ചെയ്യുന്നത്? നമുക്ക് എത്ര ഈസിയാണ് ആ ഒരു കോൺക്രീറ്റും കൂടെ വർക്ക് ചെയ്യാൻ, എത്ര ഈസിയാണ് അതിന്റെ ആ ഈസിനെസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വർക്കബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ വർക്കബിലിറ്റി ടെസ്റ്റിൽ ഫ്ലോ ടേബിൾ ടെസ്റ്റ്, VB കൺസിസ്റ്റോമീറ്റർ ടെസ്റ്റ്, സ്ലം ടെസ്റ്റ്, ഇതെല്ലാം എന്താണ്? വർക്കബിലിറ്റി ടെസ്റ്റ് ആണ്. ഷിയർ ബോക്സ് ടെസ്റ്റ് നമ്മൾ എവിടെയാ ചെയ്യുന്നത്? സോയിലിലാണ് ചെയ്യുന്നത്. സോയിലിന്റെ ഷിയർ സ്ട്രെങ്ത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഷിയർ ബോക്സ് ടെസ്റ്റ് ചെയ്യുന്നത്. ബാക്കി എല്ലാ ടെസ്റ്റുകളും വർക്കബിലിറ്റി ടെസ്റ്റുകളാണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കി. വിച്ച് വൺ ഓഫ് ദീസ് ഈസ് നോട്ട്. ഓക്കെ, അതിന്റെ ഒപ്പം നമ്മളിപ്പോ ടെസ്റ്റുകളെ പറ്റിയിട്ട് പറഞ്ഞില്ലേ? അതിനകത്ത് ഫ്ലോ ടേബിൾ ടെസ്റ്റ് എന്ന് പറഞ്ഞല്ലേ? ഫ്ലോ ടേബിൾ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു ഫ്ലോ ടേബിൾ കാണാം, നമ്മൾ ആ സ്ലം കോൺ പോലൊരു കോൺ കാണും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ കോണിനകത്ത് കോൺക്രീറ്റ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു കോണിനെ നമ്മളിങ്ങനെ മേലോട്ട് പൊക്കും. പൊക്കുമ്പോൾ ആ കോൺക്രീറ്റ് എന്ത് ചെയ്യും? ഒരു സർക്കുലർ ഏരിയ ആയിട്ട് സ്പ്രെഡ് ആവും. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിന്റെ വർക്കബിലിറ്റി മെഷർ ചെയ്യുന്നത്. ഇനി അടുത്തത് എന്താ? VB കൺസിസ്റ്റോമീറ്റർ ടെസ്റ്റ്. VB കൺസിസ്റ്റോമീറ്റർ ടെസ്റ്റിൽ നമുക്ക് ഇതുപോലെ ഒരു VB കൺസിസ്റ്റോമീറ്റർ, ഇതിൽ നമ്മൾ ഇതുപോലെ സ്ലം കോണിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ കോൺ റിമൂവ് ചെയ്തിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ് ടോപ്പ് ഉണ്ട്, അതെടുത്ത് കോൺക്രീറ്റിന്റെ മുകളിൽ വെച്ചിട്ട് അതിനെ നമ്മൾ ആ ടേബിളിനെ വൈബ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ എത്ര ടൈം എടുക്കും അവൻ ലെവലാകാൻ, ആ VB ടൈം ആണ് നമ്മൾ ഇതിൽ എടുക്കുന്നത്. ആ ടൈമിന് പറയുന്ന പേര് VB ടൈം വെച്ചിട്ടാണ് നമ്മൾ വർക്കബിലിറ്റി മെഷർ ചെയ്യുന്നത്. അടുത്തത് സ്ലം ടെസ്റ്റ് നമ്മൾ എല്ലാവരും ചെയ്തിട്ടുണ്ട് അല്ലെ? സ്ലം കോൺ വെച്ചിട്ട് ആ ഒരു കോണിന്റെ ലെവലിൽ നിന്ന് എത്ര സ്ലംബ് ഉണ്ടായിട്ടുണ്ട്, എത്ര അവൻ സബ്സൈഡ് ചെയ്തിട്ടുണ്ടെന്നാണ് സ്ലംബിൽ മെഷർ ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ അവിടെ എന്ത് വർക്കബിലിറ്റി മെഷർ ചെയ്യുന്നത്. ഇനി അടുത്തത് നോക്കിയേ. ഗ്രൂപ്പ് H ബിൽഡിംഗ് ഡിനോട്ട് ദ ബിൽഡിംഗ് യൂസ്ഡ് ഫോർ ഡാഷ് പർപ്പസ്. ഓക്കെ, അപ്പൊ അത് കൊമേഴ്ഷ്യൽ ആണോ, എഡ്യൂക്കേഷണൽ ആണോ, സ്റ്റോറേജ് ആണോ, റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണോ, എന്ത് ബിൽഡിംഗ് ആണോ ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇത് പഠിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. ഇങ്ങനെ ഓർത്താൽ മതി. REIAB MISH. ഓക്കെ, അപ്പം ഇപ്പം നമ്മൾ അതിനനുസരിച്ചിട്ട് ABCDEFGH, അത് കഴിഞ്ഞിട്ട് I ഇല്ല J ആണ്. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്ത് ഓർക്കുക. അപ്പം ഗ്രൂപ്പ് A എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റെസിഡൻഷ്യൽ ബിൽഡിംഗ്. ഗ്രൂപ്പ് B എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എഡ്യൂക്കേഷണൽ ബിൽഡിംഗ്.
ഗ്രൂപ്പ് സി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻസ്റ്റിറ്റ്യൂഷണൽ. ഗ്രൂപ്പ് ഡി എന്ന് പറഞ്ഞാൽ അസംബ്ലി. ഗ്രൂപ്പ് ഇ എന്ന് പറഞ്ഞാൽ ബിസിനസ്. എഫ് എന്ന് പറഞ്ഞാൽ മെർക്കന്റൈൽ. ഐ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ജി എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ. ഗ്രൂപ്പ് എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോറേജ്. ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസാഡസ്. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പൊ ഈ ഷോർട്ട് കട്ട് REIAB മിഷ് MSH അങ്ങനെ ഓർത്താലും മതി. അങ്ങനെ ഓർത്തു കഴിഞ്ഞാൽ ഇത് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ? നമ്മളോട് ചോദിച്ചേക്കുന്നത് H ആ ചോദിച്ചേക്കുന്നത് അല്ലേ? അപ്പൊ നോക്കിയേ, REIAB മിഷ് MISH ലാസ്റ്റിലത്തെ. അപ്പം റെസിഡൻഷ്യൽ A B C D E F G H അത് കഴിഞ്ഞിട്ട് J. അപ്പൊ H എന്ന് പറയുമ്പോൾ S വരും അല്ലെ? HS എന്ന് പറയുമ്പോൾ S എന്താണ്? സ്റ്റോറേജ്. നമ്മുടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. അടുത്ത നോക്കിയേ, which is the combined footing that covers the entire area beneath a structure and support all the walls and columns. Okay, അപ്പൊ നമുക്ക് 2-3 ടൈപ്പ് ഫൂട്ടിങ്സ് തന്നിട്ടുണ്ട്. സ്ട്രാപ്പ് ഫൂട്ടിംഗ്, സ്ട്രിപ്പ് ഫൂട്ടിംഗ്, ഗ്രില്ലേജ് ഫൂട്ടിംഗ്, റാഫ്റ്റ് ഫൂട്ടിംഗ്. ഇതില് entire area beneath structure കവർ ചെയ്യുന്ന ഏത് ഫൂട്ടിംഗാ? റാഫ്റ്റ് ഫൂട്ടിംഗ് അല്ലെ? നമുക്ക് അതിനെ മാറ്റ് അല്ലെങ്കിൽ റാഫ്റ്റ് ഫൗണ്ടേഷൻ എന്ന് പറയാം അല്ലെ? മാറ്റ് അല്ലെങ്കിൽ റാഫ്റ്റ് ഫൗണ്ടേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ഏതാണ്? ഇത് കണ്ടോ, ഇതുപോലെ ഒരു എൻറ്റയർ ഏരിയനെ കവർ ചെയ്യുന്ന ആ ഒരു ബിൽഡിംഗിൽ കോളംസ് ഒക്കെ കൊടുത്ത് നമ്മൾ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്ന ആ ഒരു ഫൗണ്ടേഷൻ പറയുന്ന പേരാണ് റാഫ്റ്റ് ഫൗണ്ടേഷൻ. ഗ്രില്ലേജ് ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ ഈ സ്റ്റീൽ ബീംസ് ഗ്രില്ലേജ് ആയിട്ട് കൊടുക്കും. ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട്, ഹൊറിസോണ്ടൽ ആയിട്ട്, പിന്നെ പെർപെൻഡിക്കുലർ ആയിട്ട് അതിന് മേളിലായിരിക്കും കോളംസ് കൊടുക്കുക. പിന്നെന്താ? സ്ട്രാപ്പ് ഫൂട്ടിംഗ്. സ്ട്രാപ്പ് ഫൂട്ടിംഗ് എന്ന് പറയുമ്പോൾ 2 ഫൂട്ടിങ്ങുകളെ കണക്ട് ചെയ്ത് ഒരു സ്ട്രാപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ സ്ട്രാപ്പ് ഫൂട്ടിംഗ് എന്ന് പറയും. അടുത്തെന്താ? സ്ട്രിപ്പ് ഫൂട്ടിംഗ്. അതായത് നമ്മുടെ ബോളിനടിയിലൊക്കെ നമ്മൾ ത്രൂ ഔട്ട് കൊടുക്കുന്ന ആ ഫൂട്ടിങ്ങിന്, ഒറ്റ സ്ട്രിപ്പ് ആയിട്ട് കൊടുക്കുന്ന ഫൂട്ടിങ്ങിനാണ് എന്ത് പറയുന്നത്? സ്ട്രിപ്പ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ലീഡ്? LEED, ലീഡ്. നമുക്ക് ബിൽഡിങ്ങിനൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ടോ? സസ്റ്റൈനബിലിറ്റി ഒക്കെ ബിൽഡിങ്ങിന് നമ്മൾ ഓരോ ഗ്രേഡ്, ഓരോ ക്ലാസിഫിക്കേഷൻ കൊടുക്കും അല്ലെ? നമുക്ക് അതിന് ഗ്രേഡ് കൊടുക്കും. ഓക്കെ, അതുപോലെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ലീഡ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അപ്പൊ ലീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ലീഡർഷിപ്പ് ഇൻ എനർജി ആൻഡ് എൻവയോൺമെന്റൽ ഡിസൈൻ. അതൊരു US ബേസ്ഡ് ഏജൻസിയാണ്. ലീഡ് ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് ബിൽഡിംഗ് പ്ലാറ്റിനം, ഗോൾഡ്, സിൽവർ അങ്ങനെ ഒരു സർട്ടിഫിക്കേഷൻ കൊടുക്കും. സർട്ടിഫൈഡ് ആണ് അങ്ങനെ കൊടുക്കും. അപ്പൊ എന്ത് ചെയ്യും? അവരൊരു സ്റ്റഡീസ് നടത്തിയിട്ട് അതിന് പോയിന്റ് കൊടുക്കുക ബിൽഡിങ്ങിന്. ആ പോയിന്റ് ഏത് റേഞ്ചിലാണ് വരുന്നത് അനുസരിച്ചിട്ടാണ് ആ ബിൽഡിങ്ങിന് ഇന്ന ക്ലാസിഫിക്കേഷൻ. ഇപ്പൊ ലീഡ് ക്ലാസിഫിക്കേഷൻ പ്ലാറ്റിനം ആണ്, അങ്ങനെയാണെങ്കിൽ അവന്റെ പോയിന്റ് 80+ ആയിരിക്കും. ഗോൾഡ് ആണെങ്കിൽ 60 to 79, സിൽവർ ആണെങ്കിൽ 50 to 59, ഇൻ കേസ് സർട്ടിഫൈഡ് ആണെങ്കിൽ 40 to 49 പോയിന്റ്സ് ആയിരിക്കും. ഓക്കെ, അതിനാണ് നമ്മൾ ലീഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്ത എന്താ? വാട്ട് ഈസ് ദ ഡെൻസിറ്റി ഓഫ് സിമെന്റ്? അറിയാലോ, 1440 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. മീറ്റർ ക്യൂബ് ആണ് ഡെൻസിറ്റി ഓഫ് സിമെന്റ് എന്ന് പറയുമ്പോൾ, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് യൂണിറ്റ്. 7850 സ്റ്റീലിന്റെതാണ്. ഓക്കെ, എന്താണ്? 1440 എന്ന് പറയുന്നതാണ് നമ്മുടെ സിമെന്റിന്റെ ഡെൻസിറ്റി. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, മീറ്റർ ക്യൂബ് ആണ്. ഇനി അടുത്തത്, വാട്ട് ഈസ് മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ്? മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ്, ഓക്കെ, to be used in reinforced concrete construction. RCC സ്ട്രക്ചറുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് എത്ര എന്നാ പറയുന്നത്? M20. പറയുന്നുണ്ട് M20. M20യുടെ റേഷ്യോ എത്ര? അത് പഠിച്ചിരിക്കേണ്ട റേഷ്യോ അല്ലെ? M20യുടെ റേഷ്യോ എന്ന് പറയുന്നത് 1:1.5:3 ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ പറഞ്ഞാൽ എന്താ? അതിനകത്ത് പ്രപ്പോർഷൻ ഓഫ് സിമെന്റ് 1 ആണ്, സാൻഡ് 1.5 ആണ്, അഗ്രിഗേറ്റ് 3 പോർഷൻ ആണ്. ഓക്കെ, അടുത്തത്, the compound that is responsible for initial strength. ഫസ്റ്റ് 7 days അല്ലെങ്കിൽ ആ ഫസ്റ്റ് 7 daysല് സിമെന്റില് നമ്മൾ സ്ട്രെങ്ത് കൊടുക്കുന്ന, കോൺക്രീറ്റിന് അല്ലെങ്കിൽ സിമെന്റിന് സ്ട്രെങ്ത് കൊടുക്കുന്ന കോമ്പൗണ്ട് ഏതാണ്? നമ്മുടെ കാൽഷ്യം സിലിക്കേറ്റ് ആണ്. കാൽഷ്യം സിലിക്കേറ്റ്. നമ്മൾ ബോക്സ് കോമ്പൗണ്ട് പഠിക്കുന്നില്ലേ? ബോക്സ് കോമ്പൗണ്ടുകളിൽ ഏതൊക്കെയാ ഉള്ളത്? ട്രൈകാൽഷ്യം സിലിക്കേറ്റ്, ഡൈകാൽഷ്യം സിലിക്കേറ്റ്, ടെട്രാകാൽഷ്യം അലൂമിനോ ഫെറേറ്റ്, പിന്നെ C3 ട്രൈകാൽഷ്യം അലൂമിനേറ്റ്. ഓക്കെ, അതില് ഇനീഷ്യലി സ്ട്രെങ്ത് കൊടുക്കുന്നത് ആരാണ്? C3S ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ട്രൈകാൽഷ്യം സിലിക്കേറ്റ് ആണ് ഇനീഷ്യൽ സ്ട്രെങ്ത് കൊടുക്കുന്നത്. ജിപ്സ് ആഡ് ചെയ്യുന്നത് എന്തിനാ? നമുക്ക് സെറ്റിംഗ് ടൈം പ്രൊലോങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ജിപ്സ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത നോക്കിയേ, പെർസെന്റേജ് ഓഫ് കാർബൺ കണ്ടന്റ് ഇൻ മൈൽഡ് സ്റ്റീൽ. മൈൽഡ് സ്റ്റീലിൽ എത്ര പെർസെന്റേജ് കാർബൺ കണ്ടന്റ് ഉണ്ട്? നമ്മൾ മൈൽഡ് സ്റ്റീൽ റോഡ് കണ്ടില്ലേ, ഇങ്ങനെ റൗണ്ട് കളറിൽ ഇരിക്കുന്നത്? അതിന്റെ ടെൻഷൻ ടെസ്റ്റ് ഒക്കെ നമ്മൾ ചെയ്തിട്ടില്ലേ? അപ്പൊ അതില്
കാർബൺ കണ്ടന്റ് ആണ് ഈ മൈൽഡ് സ്റ്റീലിൽ ഉള്ളത്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ എ, അതായത് 0.050 to 0.25% ആണ് നമ്മുടെ ആൻസറിൽ നമുക്ക് ഇതിനെ മാച്ച് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ കാർബൺ കണ്ടന്റ് അനുസരിച്ച് നമുക്ക് സ്റ്റീലിനെ മൈൽഡ് സ്റ്റീൽ അല്ലെങ്കിൽ ലോ കാർബൺ സ്റ്റീൽ, മീഡിയം കാർബൺ സ്റ്റീൽ, ഹൈ കാർബൺ സ്റ്റീൽ, അൾട്രാ ഹൈ കാർബൺ സ്റ്റീൽ അങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അപ്പൊ മൈൽഡ് സ്റ്റീൽ ആകുമ്പോൾ അതിന്റെ കാർബൺ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ 0.5 to 0.05 to 0.3%, മീഡിയം കാർബൺ സ്റ്റീൽ ആകുമ്പോൾ 0.3 to 0.5%, ഹൈ കാർബൺ ആകുമ്പോൾ 0.5 to 1.5, ഇനിയും അൾട്രാ ഹൈ കാർബൺ ആകുമ്പോൾ ഗ്രേറ്റർ ദാൻ 0.15% ഒക്കെ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ, ദ വുഡ് പ്രിസർവേറ്റീവ് ക്രിയോസോട്ട് ഈസ് ഡിറൈവ്ഡ് ഫ്രം. ക്രിയോസോട്ട് ഓയിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ? ക്രിയോസോട്ട് ഓയിൽ എവിടെ നിന്ന് കിട്ടുന്നതെന്ന് പറഞ്ഞത്? വുഡ് അല്ലെങ്കിൽ കോളിന്റെ ഡിസ്ട്രക്റ്റീവ് ഡിസ്റ്റിലേഷൻ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ക്രിയോസോട്ട് ഓയിൽ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അതെന്തിനാ കിട്ടുന്നത്? ഡിസ്റ്റിലേഷൻ ഓഫ് tar from wood or coal and is used as wood preservative. അല്ലെ, ക്രിയോസോട്ട് ഓയിലായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്രിയോസോട്ട് ഓയിൽ എന്ന് പറയുമ്പോൾ എന്താ? അത് ടാറിന്റെ അല്ലെങ്കിൽ വുഡ് ആൻഡ് കോളിന്റെ ഒക്കെ ഡിസ്ട്രക്റ്റീവ് ഡിസ്റ്റിലേഷനിലാണ് നമുക്ക് ഇതിനെ കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് പെസ്റ്റിസൈഡൽ പ്രൊഡക്റ്റ് എന്തെങ്കിലും ക്രിയോസോട്ട് ഓയിലുള്ള പെസ്റ്റിസൈഡൽ പ്രൊഡക്ട്സ് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യും? വുഡ് പ്രിസർവേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. മെയിൻലി റെയിലിനൊക്കെ യൂസ് ചെയ്യുന്ന വുഡുകൾ, അല്ലെങ്കിൽ യൂട്ടിലിറ്റി പോൾസ് ആയിട്ട് യൂസ് ചെയ്യുന്ന വുഡുകളൊക്കെ ശ്രദ്ധിച്ചാൽ കാണാം ക്രിയോസോട്ട് ഓയിലൊക്കെ തേച്ചിട്ട് ബ്ലാക്ക് കളറിൽ ഇരിക്കും. ഓക്കെ, അപ്പൊ ടെർമൈറ്റ് അറ്റാക്കിൽ നിന്നൊക്കെ ഇവൻ എന്ത് ചെയ്യും? പ്രിവെൻഷൻ തരും. ഓക്കെ, അപ്പം the wood preservative creosote oil is derived from wood or coal. അതിന്റെ ഡിസ്റ്റിലേഷൻ വഴിയാണ് നമുക്ക് അവനെ കിട്ടുന്നത്. അടുത്തത് നോക്കിയേ, പോളിവിനൈൽ ക്ലോറൈഡ്, PVC. നമ്മൾ PVC പൈപ്സ് ഒക്കെ യൂസ് ചെയ്യുന്നില്ലേ? PVC പോളിവിനൈൽ ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ എന്നാ പ്ലാസ്റ്റിക്കാ? അതൊരു തെർമോപ്ലാസ്റ്റിക് ആണ്. ഓക്കെ, അത് എന്നാണ്? തെർമോപ്ലാസ്റ്റിക് ആണ് ഈ പോളിവിനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്നത്. അപ്പം തെർമോപ്ലാസ്റ്റിക് മെറ്റീരിയലിന്റെ പ്രത്യേകത എന്താണ്? അത് സോഫ്റ്റ് ആകും. ഹൈ ടെമ്പറേച്ചർ വരുമ്പോൾ അത് സോഫ്റ്റ് ആകും. അത് കഴിഞ്ഞ് അതിനെ കൂൾ ചെയ്യിക്കുമ്പോൾ എന്താകും? അത് സോളിഡ് ആവും. അതാണ് തെർമോപ്ലാസ്റ്റിക്കുകളുടെ പ്രത്യേകത. ഓക്കെ, അപ്പം തെർമോപ്ലാസ്റ്റിക്കുകളും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുകളും ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പോളിത്തീൻ നമ്മൾ പറഞ്ഞു, പോളിവിനൈൽ ക്ലോറൈഡ് PVC പറഞ്ഞല്ലേ? അപ്പൊ PVC എന്ന് പറയുന്നത് എന്താണ്? തെർമോപ്ലാസ്റ്റിക് ആണ്. നമ്മൾ ചൂടാക്കുമ്പോൾ അത് എന്ത് ചെയ്യും? അത് സോഫ്റ്റ് ആവും. നമ്മുടെ വീട്ടിലെ PVC പൈപ്പ് ഓർത്താൽ മതി, അത് നമ്മൾ ചൂടാക്കുമ്പോൾ അവൻ സോഫ്റ്റ് ആവും. അത് കഴിഞ്ഞ് കൂൾ ആവുമ്പോൾ ഹാർഡ് ആകും. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണെങ്കിലോ ഒന്ന് ചൂടായി ഹാർഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അവനെ ചൂടാക്കിയാലൊന്നും അവന് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ PVC എന്ന് പറയുന്ന ഒരു തെർമോപ്ലാസ്റ്റിക് ആണ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ